ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഓർത്തു വെച്ചോ, ഈ പരിപാവന ഭൂമിയില് ഞങ്ങളൊരു ഒന്നൊന്നര പണി പണിയും. അടുത്ത ദിവസം നഗരസഭയുടെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് ഗംഭീര സദ്യ നടത്തുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും വന്ന് ഓസിരി കഴിച്ചിട്ട് പൊക്കോ. തനിക്ക് കിട്ടിയൊന്നും പോരെ? എടോ, ഇങ്ങനെ പിന്നാലെ നടന്നായിരുന്നു തല്ലുപടിക്കാൻ നാണമില്ലേ? എങ്ങനെ ഉണ്ടാവാനാ? ഇവളെ പോലത്തെ നാണവും മാനും കെട്ട സാധനങ്ങളുടെ ഒപ്പല്ലേ കൂട്ട്. ഉപേന്ദ്രൻ ചിറ്റപ്പ, ഞാൻ വീണ്ടും നല്ല വ്യക്തമായ ഭാഷയിൽ പറയാ. പരിഭാവനമായ ഈ സ്ഥലം എന്റെ അച്ഛന്റെയും അമ്മയുടെയും കാലുകൾ പതിഞ്ഞ ഈ മുറ്റത്ത് നിന്റെയൊക്കെ കാലുകൾ പതിയുന്നത് തന്നെ ഐശ്വര്യക്കേടാ. നീയൊക്കെ നിന്ന ഭാഗത്തെ മണ്ണടക്കം ഇളക്കിയെടുത്ത് അങ്ങ് ഭാരതപ്പുഴയിൽ ഒഴുക്കിയാലും തീരാത്തത്ര പാപക്കറ നിന്റെയൊക്കെ ഒപ്പുണ്ട്. അത്രയ്ക്ക് വെറുക്കപ്പെട്ടവരാണോ നിങ്ങളൊക്കെ? പിന്നതേ ഈ സാധനം, ഇവള് തന്റെ കഴുത്തി ചുറ്റിയ പെരുമ്പാമ്പ. മലേഷ്യയിലെ തന്റെ കുടുംബം വരെ ഇവള് കുളം തോണ്ടും. ഇതെനിക്ക് വഴിയും മനസ്സിലായിക്കോളൂ. അതുകൊണ്ട് ഇവളെ വിളിച്ച് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നോ അതോ കഴുത്തി പിടിച്ച് രണ്ടിനെയും പുറത്താക്കണോ? അപ്പൊ അപമാനിച്ചു വിടുകയാണല്ലേ? എങ്കിൽ കേട്ടോ, ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറക്കി സാധാരണ വാഴ വയ്ക്കുന്നാണ് പറയാറ്. പക്ഷേ ഇത് ഞങ്ങള് വാറ്റുചാരായ കേന്ദ്രമാക്കും. അല്ലെങ്കിലേ ഇത് വ്യഭിചാരശാലയാക്കും. ഒന്നുകൂടി നീയും മേടിക്കും. വേണ്ട, നീ പറഞ്ഞത് പരിപാവനമായ സ്ഥലമാണെന്നല്ലേ? അതുകൊണ്ടാ ഞങ്ങള് പട്ടച്ചാരായ ഒഴുക്കുന്ന പുഴയാക്കി മാറ്റാൻ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് പറഞ്ഞത്. നീ കണ്ടോ, ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അഴിഞ്ഞാട്ടവും കൂത്താട്ടവും ആയിരിക്കും. മദ്യവും കഞ്ചാവും ഒഴുകുന്ന ലഹരി കേന്ദ്രം. ഇവിടേക്ക് ഞങ്ങൾ മലേഷ്യയിൽ നിന്ന് വരെ ആൾക്കാരെ ഇറക്കുമതി ചെയ്യും. പണ്ടിവിടെ നീതി ന്യായവും പറയുന്ന പഞ്ചായത്ത് നാട്ടുകൂട്ടത്തിന്റെ കഥ പറയാറില്ലേ? സത്യഭാമയുടെ പെൺഭരണത്തിന്റെ മറക്കാനാവാത്ത ഏട്. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ പോലീസിന്റെ തേർവാഴ്ചയായിരിക്കും. ഇങ്ങനൊരു വീട് ഇവിടെ ഉണ്ടാക്കിയിട്ടതിന് ഇവിടുത്തെ നാട്ടുകാര് സത്യഭാമയും രാഘവൻ നായരെ ശപിക്കും. കണ്ണി കണ്ട നിങ്ങളെയൊക്കെ കല്ലെറിയുന്ന പരുവത്തിലാക്കി ഞങ്ങൾ തരും. ദേ, ഓർത്തു വെച്ചോ, ഈ പരിപാവന ഭൂമിയില് ഞങ്ങളൊരു ഒന്നൊന്നര പണി പണിയും. വരട്ടെ ഏട്ടത്തിയമ്മേ. നമ്മൾ വീണ്ടും കാണും. വിഷ്ണു, ആ സുസ്മിത പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ?
നീ ശാലിനി ഒന്നിച്ചാണോ താമസിക്കുന്നേ? എന്റെ അമ്മ അവള് ജയിക്കാൻ വല്ലതും പറഞ്ഞു ചോദിച്ചിട്ട് അത് വല്ലതും ഉള്ളാണോ? ഞാനിവിടെയാണല്ലോ താമസിക്കുന്നത്, അവൾ അവളുടെ വീട്ടിലും. അപ്പൊ ഇന്നലെ വരെ ഞാൻ അവിടെ കഴിഞ്ഞു നമ്മ കണ്ടില്ലേ? ദേ ഭാമേ, നീ അവള് പറയുന്ന മണ്ടത്തരങ്ങളും നുണകളും കേട്ടേ ഇവരെ ചോദ്യം ചെയ്യാൻ പോകണോ? കുടുംബം കലക്കിയ അവള് പിടിച്ചു നിൽക്കാൻ ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോഴാ അവള് ശാലിനിയുടെ കാര്യം എടുത്തിട്ടത്. അതിട്ടാ നീ വയലിലാവും നമുക്കറിയാം. എന്റെ അമ്മ ഒന്ന് സമാധാനപ്പെട്. അമ്മ പറയുന്നതിനപ്പുറം എനിക്കില്ല. പോരെ? എന്റെ അമ്മ ഇത് അമ്മയും മകനും കൂടി തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള അവരെ പുതിയ തന്ത്ര. നമ്മളതിൽ വീണു പോരുത്. വീണുപോയ നമ്മൾ അവളുടെ മുമ്പിൽ അടിയറവ് പറയുന്ന പോലെ ആയിപ്പോവും. അത് പാടില്ല. എന്റെ അമ്മ ഒരിടത്തും തോൽക്കാൻ പാടില്ല. തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ ഇപ്പൊ നമ്മൾ തമ്മിൽ കലഹിക്കല്ല വേണ്ടേ? ഒന്നിച്ചു നിന്നിട്ട് ഇപ്പൊ അവള് പൊലമ്പിട്ട് പോയതുപോലെ നാളെ സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കാൻ വേണ്ടേ? ഭാമേ, ആടുകളെ തമ്മിലടുപ്പിച്ച് ചോരൊടിക്കാൻ ശ്രമിച്ച ചെന്നായുടെ കഥ മാത്രം നീ ഓർത്താ മതി. എങ്കിൽ കേട്ടോ, ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറക്കി ഇത് ഞങ്ങള് വാറ്റുചാരായ കേന്ദ്രമാക്കും. അല്ലെങ്കിലേ ഇത് വ്യഭിചാരശാലയാക്കും. നീ പറഞ്ഞത് പരിപാവനമായ സ്ഥലമാണെന്നല്ലേ? അതുകൊണ്ടാ ഞങ്ങൾ പട്ടച്ചാരായ ഒഴുക്കുന്ന പുഴയാക്കി മാറ്റാൻ പോകുന്നത്. മദ്യവും കഞ്ചാവും ഒഴുകുന്ന ലഹരി കേന്ദ്രം. ഇവിടേക്ക് ഞങ്ങൾ മലേഷ്യയിൽ നിന്ന് വരെ ആൾക്കാരെ ഇറക്കുമതി ചെയ്യും.